ഇതാണ് ബ്ലൂ മസ്ജിദിൻ്റെ അല്ലെങ്കിൽ ബ്ലൂ മോസ്കിൻ്റെ വെളിയിലുള്ള ടവർ കേട്ടോ ഈ കാണുന്ന. അറൗണ്ട് 200 മീറ്റർ വരുന്ന ടവറാണ്. ഈ ടവറിൻ്റെ മുന്നിൽ ആൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. പല സ്റ്റൈലിലും പല വിധത്തിലും ആക്ട് ചെയ്തൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ, എവിടെ നോക്കിയാലും ടൂറിസം പോലീസ് ഉണ്ട് കേട്ടോ. ടവറിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിഭാഗം ഭയങ്കര സ്റ്റോൺസ്, വലിയൊരു സ്റ്റോണുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ ലേഡീസിൻ്റെ ഓരോരോ സ്റ്റൈലുകൾ കണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നത്. അവർ കയ്യിലൊക്കെ നിർത്തി, ടവറുകളെല്ലാം കയ്യിൽ നിർത്തിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്, കൈക്കുള്ളിലാക്കി. ഇതെല്ലാം ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ. ഇവിടെ നിന്നും ഒരു സാധനങ്ങളും വാങ്ങാൻ പറ്റില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ അറുത്ത് വാങ്ങിക്കും നമ്മളേത് പൈസ. അടുത്ത വേറൊരു ടവറാണ് ഈ കാണുന്നത്, സ്പ്രിംഗ് ടവർ. ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ ആകൃതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെയും ജനങ്ങളിങ്ങനെ തിക്കിത്തിരക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇത് വേറൊരു ടവറാണ്. അതിൽ കുറച്ച് പല പല രൂപങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്, പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ. ഇത് ഏത് ടവറാണെന്ന് എന്തായാലും അതിനകത്തൊക്കെ കുറച്ച് സ്റ്റാച്യൂസ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ മേധാവിത്വത്തിൽ ആ സമയത്തൊക്കെ ഉണ്ടാക്കിയ ടവറുകളായിരിക്കണം. അവിടെ എന്തായാലും പേര് ഒത്തിച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കാം. Obelisks of the Odysseus erected 390 AD ഉണ്ടാക്കിയതാണ് കേട്ടോ. ബാങ്ക് വെക്കാണ്. ബാങ്കല്ല, ബാങ്ക് കേട്ടിട്ട് കുറച്ച് നേരമായി. ഇപ്പം കാമത്ത് കൊടുക്കുകയാണ് ഇവിടെ കേട്ടോ, അസറിൻ്റെ. കുട്ടികൾ ആ ഒരു ചെറിയ പാർക്ക് പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവന്മാർ ബോൾ കളിക്കുന്നത്, അത് പോലീസുകാരൻ കളിക്കാതെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനാണ് കളിക്കുന്നത് കേട്ടാ. അത് കിക്ക് ചെയ്തിട്ട് കറക്റ്റ് കൊച്ചു കുട്ടിയാണെങ്കിൽ അവൻ ക്യാച്ച് ചെയ്തു, അതിനെ അവൻ വീണ്ടും ഇട്ട് കൊടുത്തു. പോലീസുകാരൻ വീണ്ടും കിക്ക് ചെയ്യാൻ പോവാണ്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരാണ്. ഇപ്പം നമ്മളെ നാട്ടിൽ ഈ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ സോഷ്യൽ മീഡിയയിൽ അവനെ ആൾക്കാർ ഒന്ന് തിന്നും. ഇവിടുന്ന് ഹഗിയ സോഫിയൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. So, what is this? Thank you. അവിടെ അവർ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് നിന്ന് ഇങ്ങനെ അവരുടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തു, പക്ഷെ എന്തായാലും വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. ട്രാം ഇവിടുത്തെ ഏറ്റവും മെയിൻ സർവീസാണ് ട്രാം കേട്ടോ. ഇവിടെ ബസ്സില്ല ഈ ഭാഗത്തേക്ക്. ട്രാം ഒട്ടുക്കത്തെ ട്രാം ഇങ്ങനെ ട്രാം പോകുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഗ്രാൻഡ് മാർക്കറ്റിലേക്ക്. അത് ഗ്രാൻഡ് മാർക്കറ്റ് നമുക്ക് നടന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ട്രാമിൽ കണ്ടത്. അപ്പോൾ കുറച്ച് വഴിയോര കാഴ്ചകളൊക്കെ കണ്ടു പോകും. അപ്പോൾ കുറേ മസാല ഷോപ്പുകളുണ്ട് കേട്ടോ. ഹായ് ഹായ്, ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളാണ്. അപ്പോൾ വരുന്നു പോകുന്നു ആവശ്യം പോലെ ഡ്രാമകൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ സുവനീർ ഷോപ്പുകളുണ്ട് കേട്ടോ. ഞാൻ ആദ്യം സുവനീർ ഷോപ്പുകൾ ഇല്ല എന്ന് വിചാരിച്ചു, പക്ഷേ ആവശ്യം പോലെ സുവനീർ ഷോപ്പുകളുണ്ട് ഇവിടെ. അതുപോലെ റെസ്റ്റോറൻറ്റ്സും
കേട്ടോ. എന്നാലും നമ്മൾ ഇറ്റലിയിൽ കണ്ടതിൻ്റെ അത്രത്തോളം മദ്യം ഒഴുകുന്നില്ല അവിടെ കേട്ടോ. മദ്യം കുറച്ച് കുറവാണ്. പയ്യന്മാര് എന്തായാലും ഞങ്ങൾ 4 മലയാളി പയ്യന്മാരെ നമ്മളോട് വെച്ച് കണ്ടു കേട്ടോ. അവർ കുറച്ച് അവരോട് സംസാരിക്കാൻ പറ്റി. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എന്തായാലും പിന്നെ അവരോട് സംസാരിച്ച് അവിടെ നിന്ന് വിട്ടു. നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത വെയിലാണ്. ഇവിടെ ഒരു സൂപ്പർ ഭക്ഷണത്തിൻ്റെ കടയാണ്. നല്ലൊരു റെസ്റ്റോറൻറ്റ്. ഭക്ഷണം ഇങ്ങനെ വെച്ചിട്ടുണ്ട് പുറമെ. നമ്മുടെ മലയാളി പയ്യന്മാർ അവിടെ ചായ വെള്ളം എന്തോ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് അവരിങ്ങനെ അവിടെ ഉണ്ട്. അവരൊക്കെ ഡിഫറെൻറ്റ് പ്ലേസ് വർക്ക് ചെയ്യുന്നവരെ. എന്തായാലും ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്യാം നമുക്ക്. ഇവിടെ കുറേ ഐസ്ക്രീം ഇളക്കുന്ന ആൾക്കാരുണ്ട്. ട്രഡീഷണൽ ഐസ്ക്രീം ഇളക്കുക. ഇതേ നോക്കി, പുള്ളി വളരെ കാര്യമായിട്ട് നിന്ന് ഐസ്ക്രീം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ സംഭവിക്കുമെന്ന് അറിയില്ല. വീഡിയോ എടുക്കാത്ത പുള്ളി ധാരാളം സാധ്യത ഉണ്ടാവും. ഐസ്ക്രീം, താങ്ക് യു. ഐ കനോട്ട് ഈറ്റ് ഐസ്ക്രീം. Vanilla. How much the ice cream? Cone? 100 small. Oh, medium large, small cup, big cup, pistachio. ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഇതിന് ചുമ്മാ അവർ കുത്തിത്തോണ്ടി എടുക്കണം. ഐസ്ക്രീം വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷേ തൊണ്ടവേദന പറയാൻ പറ്റില്ല. ചിലപ്പോൾ തൊണ്ടയ്ക്ക് പണി കിട്ടും. ഇത് നോക്കിയാൽ അവിടെ ലേഡീസ് പല രീതിയിലുള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ നിൽക്കണം. നോക്കിയാൽ പാവങ്ങൾ. ഇത് എത്ര നേരം ഇവരിങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് ഈ ഡ്രസ്സിൻ്റെ. ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വേഷം കെട്ടലേ. ഇതാണ് യഥാർത്ഥ സ്ട്രീറ്റ് വാക്ക് കേട്ടോ. ഇവിടെ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു കടയാണ്. ചട്ടിയൊക്കെ കമത്തി വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് അതെടുക്കാമായിരുന്നു. ഇവിടെ ഷവർമ. Hoş geldiniz. Döner kebap. Çevirme please. Döner kebap. Junior kebab. അതായത് നമുക്ക് കുറച്ച് സ്ട്രീറ്റ് വാക്ക് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോവാം. ഇവിടെ നല്ല ഒന്നാന്തരം ഇങ്ങനെ ചുട്ടു വെക്കുന്നത്. പക്ഷേ ഫോണ് നമുക്ക് തിന്നാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പല്ലിൽ ഒട്ടിപ്പിടിച്ചാൽ പണ്ടാരടങ്ങാൻ. പിന്നെ അത് പല്ല് തേച്ചാൽ മാത്രമേ പോകൂ. എന്തായാലും വൈകുന്നേരം കഴിക്കാം ഫോണ്. അപ്പോൾ കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പോയി റൂമിൽ പോയി എന്തായാലും പല്ല് തേക്കുകയും ചെയ്യാം. ഒക്കെ മസാല ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതെല്ലാം മസാല, ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്ലവർ, അത് ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ കൂടുതൽ ഈ ഐസ്ക്രീം ഇളക്കുന്ന പരിപാടി ഇവിടുത്തെ ആകൃതിയാണ്. 2-3 പേരാണ് നിന്ന് ഐസ്ക്രീം ഇളക്കുന്നത്. വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ആളുകൾ, ഈ താല്പര്യമുള്ള ജനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയ്യും കാലും ഒക്കെ കാണിക്കും. അല്ലാത്തവർ ആരും കാണിക്കില്ല. ഇവിടെ ഒരു നല്ല മസ്ജിദുണ്ട് കേട്ടോ. ഇതൊക്കെ മസ്ജിദ് തന്നെയാണ്. നമ്മൾ ഇറ്റലിയിൽ പോയപ്പോൾ അവിടെ കണ്ടതെല്ലാം ചർച്ച ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം മസ്ജിദാണ്.
വേണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി നമുക്കൊരു വാക്കിംഗ് നടത്താം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല. മസ്ജിദുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നില്ല. ജനങ്ങൾക്ക് വേണ്ടത് ഈ സ്ട്രീറ്റിൽ നടക്കുന്ന സംഭവങ്ങളും അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ട്രീറ്റ് വാക്ക് തന്നെ നടത്താം. ഇവിടെ നോക്കിയാൽ നാട്ടു റോഡിൽ റെസ്റ്റോറൻറ്റ് വണ്ടി പാർക്കിങ്ങിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നാട്ടു റോഡിൽ റെസ്റ്റോറൻറ്റ് കണ്ടോ, നടു റോഡിൽ സീറ്റിംഗ്. ഇത് അടിപൊളിയല്ലേ? ഇവിടെയുണ്ട് സംഭവം വീണ്ടും ബ്രെഡ് കേട്ടോ. كم هذا واحد؟ واحد 50 ليرة. 50 ها كنا شو اسمه ذا 50 واحد. خلينا نجيب شوية بس أنا درب ها درب في ما في كريمي؟ كريم വാങ്ങും. ഒരെണ്ണം വാങ്ങിച്ചോടോ, അത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്രീമൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത്. നോക്കട്ടെ. ഇത് പക്ഷെ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഷോപ്പിൽ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. നോക്കിയാൽ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഇതെന്താണെന്ന് അറിയില്ല. അത് ജിബിൻ ബേത്ത് വല്ല അല്ല, അത് ജിബിൻ ബേത്തിന്റെ സൗകര്യമല്ല മക്കീന. ما في مال عربي ما في مشكلة. عادي ماشي. تصور انت ما في مشكلة. استاذ سعيد استاذ سيد مالي ان شاء الله. ما شاء الله استاذ سعيد هذا استاذ سيد قدام حق الصوفية തൊട്ടടുത്താണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങി. അപ്പം